നമ്മളിപ്പോ റൂമിൽ നിന്ന് വണ്ടി ഇറക്കിയാണ്. ഇതടന്ന് ഒന്നല്ല കാണിച്ചാണല്ലോ, പിന്നെ ഇത് കാണിക്കണ്ടല്ലോ. ആദ്യം വണ്ടി ഇറക്കിക്കോ. നമ്മുടെ ബാക്കിൽ ഇപ്പോഴാണ് തന്നെ ലുക്ക് വന്നേക്കണം നമ്മുടെ വണ്ടിയുടെ. അറിഞ്ഞില്ല പുതിയ ജീൻസായിട്ട് വന്നേക്കാം. താങ്കളുള്ള എങ്ങനെയാണപ്പം ഓ പഞ്ചസാര ഇടും. ഇടാൻ പറ്റില്ല. ഉപ്പാണ് ഇവിടെ നമുക്ക് ഫുള്ള് സിലിഗുരി കണ്ടിരിക്കാം. സോറി ചായത്തിൽ ഉപ്പിട്ട നൈസായിരിക്കുന്ന പറഞ്ഞു കുറച്ചിട്ടോ നമുക്കറിയില്ല. കഴിച്ചു നോക്കുമ്പോഴത്തേക്കും അറിയാം. മറ്റേ ആ എല്ലാ ഇവരുടെ പാൻ്റെ ഒരു മണമുണ്ട് ബിരിയാണിക്ക്. പിന്നെ ഉണ്ട് ഉണ്ട്. ആ പാന എന്തായാലും ഇവിടെ ചിക്കൻ ടിക്ക ഇല്ലെന്നാണോ? ഓ ഇതിനകത്ത് ആലുവൊക്കെ ഉണ്ട് കേട്ടോ. ആലുണ്ട് ഒരു അണ്ട ഉണ്ടാവും. അജു ഇടണ പോലെ ഇടണോ? മൊത്തം ഇടണം. മന്തി റൈസ് പോലത്തെ റൈസ് ഉണ്ടോ കൈ? അതെ, മന്തിന്റെ ചെറിയ മണമുണ്ട്. മയോണൈസിലോ ലൈറ്റ് കുറവാണ് സാധനം. ഞാൻ കണ്ടില്ല. ബാക്കിൽ എത്ര പ്രാവശ്യം പറഞ്ഞു. Hey guys, welcome to my channel. ഇപ്പോൾ നമ്മൾ ഗാങ്ടോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥ ഇതുവരെ എങ്ങനെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു 11 മണി 11:30 ആയപ്പോഴാണ് വെക്കേറ്റ് ചെയ്തത്. 11-12 ആയി കാണും. അങ്ങനെ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ പോയത് ആഷിയാന റെസ്റ്റോറൻറ്റിലേക്കാണ് ഫുഡ് അടിക്കാനായിട്ട്. അപ്പോൾ തലേന്ന് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ എന്തായാലും നല്ല ഫുഡായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആഷിയാനയിലേക്ക് പോയത്. പക്ഷേ പിറ്റേ ദിവസം നമ്മ കഴിക്കാൻ പോയ സമയത്ത്, അതായത് ഇപ്പം നമ്മൾ നിലവിൽ ഇന്ന് കഴിച്ച സമയത്ത് ഫുഡ് ഭയങ്കര ഷോക്ക് വരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ചായയൊക്കെ ഭയങ്കര ഷോക്ക് വരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അഫ്രീദിൻ്റെ വീഡിയോയിൽ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ സീരീസിൻ്റെ തുടർക്കഥയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആഷിയാനിൽ നിന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എന്തൊക്കെ കഴിച്ചതെന്നുള്ളതും ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗാങ്ടോക്കിലേക്ക് സിലിഗുരിയിൽ നിന്ന് ഏതാണ്ട് ഒരു 4-5 മണിക്കൂറിൻ്റെ റൈഡ് ഉണ്ട്. അതായത് ഏകദേശം ഒരു 130 കിലോമീറ്റർ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റിയ രീതിയിൽ പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് മൂന്നാർ വരെയുള്ള ദൂരം അത്രയും തന്നെ ഉണ്ട് സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്കിലേക്ക്. സത്യം പറഞ്ഞാൽ ഗാങ്ടോക്ക് നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നില്ല. ഗാങ്ടോക്ക് ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാത്തൊരു ഡെസ്റ്റിനേഷനായിരുന്നു.
ഗാങ്ടോക്ക് എങ്ങനെയാണ് വന്ന് പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യഥാർത്ഥ പ്ലാൻ എന്ന് പറഞ്ഞാൽ സിലിഗുരിയിൽ നിന്ന് നേരെ തവാങ് പിടിക്കാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ സിലിഗുരിയിൽ നിന്ന് തവാങ്ങിലേക്കുള്ള റൂട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി സാമ്പത്തികപരമായിട്ടും സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് എന്തായാലും കറക്റ്റ് സമയത്ത് നേപ്പാൾ പോയി കണ്ട് തിരിച്ച് വീട്ടിലെത്താൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ കാശും വേണമല്ലോ, അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ കൂടുതലുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ഞങ്ങൾ അങ്ങനെ സിലിഗുരിയിൽ നിന്ന് നേരെ ഗാങ്ടോക്കിലേക്ക് പോകാനുള്ള പരിപാടിയും തീരുമാനിച്ചു. റൈഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു മൂന്നാർ ഫീലൊക്കെയാണ് തന്നെ സത്യം പറഞ്ഞാൽ. അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകണ ആ ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. കറക്റ്റ് ബഹുദൂരം ഫുള്ള് ചുരമാണ്, ഒരു 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചുരമാണ് സത്യം പറഞ്ഞാൽ. വൈബ് എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പ് വൈബ് തന്നെയായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ നദിയാണ് ടീസ്റ്റ നദി. ആ ടീസ്റ്റ നദിക്ക് തൊട്ട് സൈഡിലായിട്ട് കാണുന്ന മലനിരകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാലയൻ മലനിരകളാണ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈസ്റ്റേൺ ഹിമാലയൻ മലനിരകൾ. ഗാങ്ടോക്ക് ഒരു ഹിൽ സ്റ്റേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ വൈബൊക്കെയാണ് അവിടെ തന്നത്. ശരിക്കും പറഞ്ഞാൽ ഗാങ്ടോക്ക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗേറ്റ് വേ ആണ്, നമ്മുടെ മണാലിയൊക്കെ പോലെ. അതായത് മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്ന ഒരു ഗേറ്റ് വേ പോലെയാണ് ഗാങ്ടോക്ക്. സൂപ്പർ സ്ഥലമാണൊന്നും പറയാനില്ല. ശരിക്കും എന്നെ സർപ്രൈസ്ഡ് ആക്കി കളഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരുടെ ലിറ്ററസി ലെവല്, അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് എല്ലാ ഒരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. അത് നമ്മൾ നിലവിൽ ഇപ്പോൾ ഗാങ്ടോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പങ്കുവെക്കാം. പിന്നെ ഗാങ്ടോക്ക് തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാങ്ടോക്കിൻ്റെ ജിയോഗ്രഫിക്കലി നിങ്ങൾ മാപ്പിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഗാങ്ടോക്ക് ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിലാണ്, ഒരു മുകളിലായിട്ടാണ്. എന്ന് വെച്ചാൽ ചൈനയുടെയും തൊട്ടിപ്പുറത്തെ നേപ്പാളിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് വരും ഈ പറയുന്ന സിക്കിം എന്ന് പറയുന്ന സ്റ്റേറ്റ്. അപ്പോൾ അവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നതും ഒരു എന്താ പറയുക, ഒരു ചൈനീസ്, നേപ്പാളി, ഇന്ത്യൻ കൾച്ചറാണ്. മൊത്തത്തിലൊരു ഫ്യൂഷൻ ടൈപ്പ് കൾച്ചറാണ്. അപ്പോൾ അവിടുത്തെ വൈബ് വ്യത്യാസമായിരിക്കും. നമുക്കിപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും. മറ്റേ ടിബറ്റിൻ്റെ ഫ്ലാഗൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് കളിക്കണതും കെട്ടിയിട്ടേക്കണതൊക്കെ കാണാൻ പറ്റും. ഏറെക്കുറെ നമ്മൾ മണാലിയിൽ നിന്ന് ലഡാക്കിലേക്ക് പോകണ ആ ഒരു വൈബ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഗാങ്ടോക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന സിലിഗുരിയിൽ നിന്ന് ഗാങ്ടോക്കിലേക്കും ഗാങ്ടോക്കിൽ നിന്ന് നോർത്ത് സിക്കിമിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മൾ ഈ നദിയുടെ സൈഡിൽ കൂടി പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ നദീൻ്റെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. ടീസ്റ്റ റിവർ അഥവാ ടീസ്റ്റ നദി എന്നാണ് ഈ നമ്മുടെ സൈഡിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ നദിയുടെ പേര്. ഇതിൻ്റെ ഒറിജിനേറ്റ് എവിടെ നിന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോലാമോ തടാകം എന്ന് പറയുന്ന ഒരു തടാകത്തിൽ നിന്നാണ് ഈ ഒരു നദി ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സോലാമോ ലേക്ക് നിലനിൽക്കുന്നത് 17,000 അടി മുകളിലായിട്ടാണ്. അതായത് എബവ് സീ ലെവൽ ഹിമാലയാസിൽ 17,000 അടി മുകളിലാണ് ഈ നദി നിലനിൽക്കുന്നത്. പിന്നെ നദിയുടെ മെയിൻ ഹൈലൈറ്റൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ രാജ്യമല്ല ഒരു സ്ഥലത്തേക്ക് വേണ്ട പ്രധാന കൃഷി ഉൽപാദനത്തിനുള്ള വെള്ളം സംഭരിക്കുന്നത് ആ നദിയിൽ നിന്നായിരിക്കും. പിന്നെ ഈ സിക്കിമിൽ തന്നെ പ്രധാന എനർജി ജനറേറ്റ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് ഈ നദി വഹിക്കുന്നുണ്ട്. മാത്രമല്ല ഈ നദി മെയിനായിട്ട് സിക്കിം, വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശ് ഈ 3 സ്ഥലത്ത് കൂടിയാണ് ഈ നദി ഒഴുകുന്നത്. പിന്നെ ഈ നദിയുടെ നീട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 309 കിലോമീറ്റർ നീട്ടം ഉണ്ടാവും. ഇപ്പോഴും ബംഗ്ലാദേശ് ഇന്ത്യയും തമ്മിൽ ചെറിയ രീതിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ നദിയുടെ പേരും പറഞ്ഞിട്ട്.
വെള്ളം ആരാ കൂടുതലെടുക്കണത്, നിങ്ങൾ ഇത്രയും വെള്ളം എടുത്ത്, ആ സെറ്റപ്പൊക്കെ തന്നെ. ഏത് നമ്മുടെ കേരള തമിഴ്നാട് മൂടൊക്കെ പോലെ തന്നെ ഇവിടെയുണ്ട് സെറ്റപ്പ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ നദിയിൽ കണ്ടേക്കുന്ന ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഞാൻ വേറൊരു നദിയിലും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രക്ക് നീലയാണോ പച്ചയാണെന്ന് മനസ്സിലാവുള്ള അത്രയും ഒരു ഫ്ലൂറസെൻ്റ് ടൈപ്പ് കളറാണ് ഈ ഒരു നദിയുടെ വെള്ളത്തിന്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണമെന്ന് അറിയില്ല, നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അതിന്. ചില സ്ഥലത്ത് ഇതിൻ്റെ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്, നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി അങ്ങോട്ട് ഞങ്ങൾ നിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. റൈഡിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാൻ മെയിനായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഫോട്ടോ ഒക്കെ എന്തോ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇതിനു മുമ്പ് അത് കണ്ടിട്ടുണ്ടാവണം. ഭേദമായി നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നില്ല. ഗാങ്ടോക്കിനെ കുറിച്ച് ഇനി പറയാനായിട്ടാണെങ്കിൽ, ഗാങ്ടോക്ക് എന്ന് പറയുന്നത് സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. സിക്കിം ഒരു ഹില്ലി ഏരിയ ആണ്. മൊത്തം ഹിമാലയൻ മലനിരകളും കാഞ്ചൻജുംഗ മലനിരകളും അടങ്ങിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് സിക്കിം. പിന്നെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും നോർത്ത് ഈസ്റ്റിലേക്ക് അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്യാറില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോണത് ലഡാക്ക്, മണാലി, കാശ്മീരൊക്കെയാണ്. അതെന്തുകൊണ്ടാണ് അത്രയും ആൾക്കാർ അങ്ങോട്ടേക്ക് പോണതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പറയുന്ന ഗാങ്ടോക്ക്, സിക്കിമൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഗാങ്ടോക്കും നോർത്ത് സിക്കിമൊക്കെ പോകാനുള്ള ഒരു കാരണം അതും കൂടിയാണ്. കാരണം നമുക്ക് കാശ്മീരും ലഡാക്കൊക്കെ പോകണ പോലെ ഇങ്ങോട്ടേക്കുള്ള വരവ് എപ്പോഴും അത്ര എളുപ്പമായിരിക്കില്ല. ഇനി വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ വന്നേക്കുന്ന സമയം നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ നോക്കിക്കണ്ട മറ്റൊരു കാര്യം. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, റോഡിൻ്റെ സ്ഥിതിഗതി എന്നൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും. മിക്ക സ്ഥലത്തും ഏറെക്കുറെ അവർ നന്നാക്കിക്കൊണ്ടിരിക്കുന്നതാണ്, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ മെയിൻറ്റെയിൻ ആണോ നന്നാക്കലാണോ എനിക്കറിയാൻ പാടില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ. ഒരു മര്യാദക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രാജ്യത്തിലൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതെന്നുള്ളത് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ഒരു സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല, ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. അവിടെയൊക്കെ നമുക്ക് മാക്സിമം ഈ പുറത്തുനിന്നുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ടൂറിസ്റ്റിനെ നമുക്ക് കൊണ്ടുവന്ന് അവരുടെ കയ്യിലുള്ള കാശ് ഇവിടെ ചിലവഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മാത്രം മതി നമുക്ക് മാക്സിമം GDP ഗ്രോ ചെയ്യാനായിട്ട്. പക്ഷേ ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്തുകൊണ്ടാണ് അങ്ങനത്തെ കാര്യത്തിലേക്കൊന്നും മുതിരാത്തത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനിയിപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് നടക്കുന്നതുകൊണ്ടിട്ടാണ്, വണ്ടികളുടെ പൊല്യൂഷൻ കാരണമാണെന്ന് അറിയില്ല. ഭയങ്കര പൊടിയും പടലവും കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഭയങ്കര പൊടി എന്ന് വെച്ചാൽ ഭയങ്കര പൊടി. ഒരു ഗ്രീനിഷ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അതായത് ഒരു പച്ചപ്പായിട്ട് നമുക്ക് തോന്നില്ല. പച്ചപ്പ് നമുക്ക് തോന്നണമെങ്കിൽ തന്നെ കുറച്ചുകൂടി നമ്മൾ മുകളിലേക്കാ അല്ലെങ്കിൽ കുറച്ചും കൂടി ദൂരത്തേക്ക് നോക്കിയാലേ ആ പച്ചപ്പിലേക്ക് വരുള്ളൂ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റോഡും അതിൻ്റെ തൊട്ട് പുറമൊക്കെ ഭയങ്കര പൊടിയും പടലവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ എനിക്ക് നമ്മുടെ കൊച്ചിയിൽ നിന്ന് നേരെ മൂന്നാറിലേക്ക് അടിമാലി വഴി മൂന്നാറിലേക്ക് പോകുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്ലൈമറ്റും ആ ഒരു തണുപ്പൊക്കെയാണ് കറക്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടണം. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് മണാലിയും കാശ്മീരും പോണ പോലെ ഇങ്ങോട്ടേക്ക് വരാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ
കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് നമുക്ക് പലതരം ട്രെയിനുണ്ട്. ആ ട്രെയിനൊക്കെ വളരെയധികം പെട്ടെന്ന് ആക്സസിബിളുമാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റിലേക്കൊരു എക്സ്പെഡിഷൻ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പല ട്രാവലേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നോർത്ത് പോലെ തന്നെ അത്രയും ഭംഗിയുള്ളതും മനോഹാരിതയുള്ളതും എന്താ പറയുക വളരെ വളരെ വൈബുള്ളൊരു സ്ഥലം കൂടിയാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇവിടുത്തെ കൾച്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണ്, കൾച്ചറിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ആക്സസിബിലിറ്റിയുടെ പ്രശ്നമാണോ? എനിക്ക് തോന്നുന്നത് ആക്സസിബിലിറ്റിയുടെ പ്രശ്നമാണെന്നാണ്. അല്ലെങ്കിൽ ഈ മണാലി അതേപോലെ ഈ പറയുന്ന കാശ്മീർ, ലഡാക്ക് ഒക്കെ പോകുന്ന പോലെ ഇങ്ങോട്ടേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നേനെ. പിന്നെ പോകുമ്പോൾ പല സ്ഥലത്തായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് ഈ ടീസ്റ്റ നദി ഇവിടെ കൂടി ഒഴുകുന്നത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഇവിടെ ഗവൺമെൻറ് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ കൺസ്ട്രക്ഷനൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതെന്താണ് ഏതാണെന്നൊന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. നിലവിൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറേ സ്ഥലത്തൊക്കെ ഈ നദി വരണ്ട് കിടക്കുന്നതായിട്ട് കാണാം, കുറേ സ്ഥലത്തൊക്കെ ഭയങ്കരമായിട്ട് ഒഴുകുന്നതും കാണാം. നമ്മൾ പോകെ കുറേയൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഒരു റൈഡിൽ പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗാങ്ടോക്കിലേക്ക് പോകണ വഴി ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എല്ലാ സ്ഥലത്തും ശോചനീയമൊന്നുമല്ല, ചില സ്ഥലത്തുമ്പോൾ റോഡിൻ്റെ അവസ്ഥ ഭയങ്കരമായിട്ട് ശോചനീയമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ലഗേജൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കണം, നമ്മൾ ഇരുന്നിട്ടും ആ വണ്ടി ഓടിക്കണം. അപ്പോൾ നമ്മൾ യാത്രയിൽ ഇത്ര മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഇടങ്ങേറെടുക്കും ഈ കട്ടറൊക്കെ ചാടാൻ നേരത്ത്. അപ്പം ഞങ്ങൾ സാധാരണ ചെയ്യാറ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഓരോ കട്ടർ വരുമ്പോഴും ഞങ്ങൾ എണീറ്റ് നിന്ന് ഓഫ് റോഡിൽ എങ്ങനെയാണോ പോകുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോസ് ഇതുപോലെ ഓഫ് റോഡ് രീതിയിൽ വണ്ടി ഓടിച്ചപ്പോൾ ഒരു കിറുക്കൻ കൈ കാണിക്കുകയും അപ്പോസിൻ്റെ അടുത്ത് കഥ പറയുന്നൊരു സീനും ഉണ്ടായിരുന്നു. സംഭവം ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ആ സീൻ കണ്ടിട്ടില്ല. ഞാൻ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പോസ് ഷിഫാനും നമ്മുടെ കൂടെ ഇല്ല, അവർ പുറകിലാണോ മുമ്പിലാണോന്ന് അറിയാത്തൊരവസ്ഥ വന്നു. ഞങ്ങൾ എന്നിട്ട് അങ്ങനെ വെച്ചലക്കി പോയിക്കൊണ്ടിരിക്കണേ. ഞങ്ങൾ മാനത്തോട് നോക്കുമ്പോൾ ഏറെക്കുറെ സന്ധ്യാസമയത്തിലേക്ക് കാര്യങ്ങൾ വരാനായി. നമ്മളുടെ ഒരു മൂഡ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഇരുട്ടണേന്ന് മുമ്പ് എവിടെയെങ്കിലും ചെന്ന് കയറണം എന്നുള്ളൊരു മൂഡായിരുന്നു. അതായത് എവിടെയെങ്കിലും സ്റ്റേ എടുത്തൊന്ന് സെറ്റിലാവണം. കാരണം മല കയറുമ്പോൾ നിങ്ങൾക്കറിയാലോ, മല ചുരം കയറുന്ന സമയത്ത് നമ്മൾ ടയേർഡാവും. വണ്ടിയിലിരിക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ടയേർഡാവും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഓൾറെഡി ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയും വേഗം വണ്ടി വെച്ചലക്കി നമ്മൾ വിടണേണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പൊസിഫാനും ഇല്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തണത് റാങ്പോ എന്ന് പറയുന്ന സ്ഥലത്താണ്. റാങ്പോ എന്ന് പറയുന്ന സ്ഥലമാണ് സിക്കിമിൻ്റെ ബോർഡർ. അതായത് നമ്മൾ സിക്കിമിലേക്ക് കടക്കാൻ പോകണം, അതിൻ്റെ ബോർഡർ. അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. അത് നൈസാണ്. അത്യാവശ്യം നമുക്ക് കാണാനായിട്ടൊരു സീനിക് വൈബൊക്കെ തരും. അത്യാവശ്യം വൈബ്രൻ്റ് ആണ് അവിടെ. എൻ്റെ ഈ വീഡിയോയുടെ അവസാനത്തെ ഷോട്ട് ആ റാങ്പോ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞങ്ങൾ അവിടെ അപ്പൂസിനെയും ഷിഫാനെയും കാത് കുറേ നേരം പോസ്റ്റ് അടിച്ചിരിക്കും. അവസാനം എനിക്ക് അദ്ദേഹം വന്ന് പറയണം അവൻ. ഞാൻ പക്ഷെ കണ്ടിട്ടില്ല കേട്ടോ, അവനെ കേർക്കം കൈ കാണിക്കണമെന്ന് കണ്ടിട്ടില്ല. പക്ഷെ പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയൊരു സീനുണ്ട്. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് താഴേലേക്കായിരുന്നു പോകേണ്ടത്. ഞങ്ങൾ നേരെ കലിംപോങ് എന്ന് പറയുന്ന റൂട്ടിലേക്ക് ഞങ്ങൾ കയറിയിട്ട്, എനിക്കപ്പോൾ തന്നെ മനസ്സിലാവും എനിക്കാണ് അഫൈവനാണ് മനസ്സിലാവും. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് വണ്ടി നിർത്തി ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ചിന്തപ്പാടിൽ ആലോചിച്ച് നിൽക്കും. എന്നിട്ട് പിന്നെ വണ്ടി തിരിക്കുന്നുണ്ട് ഞങ്ങൾ. പിന്നെ ഈ ഒരു സമയം ആയപ്പോഴത്തേക്കും എൻ്റെ ഗോപ്രോയുടെ ചാർജ് ഏകദേശം തീരാനായി. എൻ്റെ കയ്യിൽ വേറെ എക്സ്ട്രാ ചാർജുള്ള ബാറ്ററി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗാങ്ടോക്കിൽ ചെക്ക് ഇൻ ചെയ്യുന്ന, അതായത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന റൂം ചെക്ക് ഇൻ ചെയ്യുന്ന രംഗങ്ങളൊന്നും എനിക്ക് ഗോപ്രോയിൽ പകർത്താനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ അഫ്രീദിൻ്റെ ഫോണിൽ അവൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഫൂട്ടേജൊക്കെ അവൻ്റെ വെർഷനായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ആലമ്പൂരിലേക്കുള്ള വഴിയാണ്. മറ്റു താഴത്തേക്ക് പോകണം അല്ലേ? താഴത്തേക്കാന്ന് തോന്നണം.
കുഴപ്പമുള്ള വഴിയല്ലേ? എൻ്റെ വീഡിയോസ്, അതായത് എൻ്റെ ഈ കൊച്ചി ടു നേപ്പാൾ എക്സ്പെഡിഷൻ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ട്രാക്കിലായിരിക്കും അറിയാൻ പറ്റും നിങ്ങൾക്ക് എവിടെ എന്ത് കാണാൻ പറ്റും, എവിടെ വരിക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അഫ്രീദ് വെർഷൻ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ ബാക്കിയുള്ള കഥകൾ അതിൻ്റെ അകത്ത് മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഗാങ്ടോക്കിലെത്തി നമ്മൾ റൂമൊക്കെ എടുത്തതിന് ശേഷമുള്ള പിറ്റേ ദിവസം നമ്മളെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്താ നമ്മുടെ പരിപാടി എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞും കാണിച്ചൊക്കെ ആയിട്ട് തരാം. അപ്പോൾ അറിയാലോ, വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. പറഞ്ഞില്ലേ ഗാങ്ടോക്ക് എത്താനായിട്ട് ഇനി 38 കിലോമീറ്ററും കൂടി. നമ്മ പതുക്കെ വന്നുകൊണ്ട് പെട്ടെന്ന് എത്തിയില്ല.